Welcome to BSc Main Physics, Semester 2, paper Heat and Thermodynamics, Unit 3, Entropy. And today we see the topic liquid helium from phase transition. Liquid helium from phase transition. Liquid helium എന്നുള്ള വാക്ക് സിലബസിൽ പറഞ്ഞില്ല എങ്കിലും ഇത് ഫേസ് ട്രാൻസിഷൻ്റെ ഹയർ ഓർഡർ ഫേസ് ട്രാൻസിഷൻ്റെ ഒരു പാർട്ടായതുകൊണ്ട് അത്യാവശ്യം അറിഞ്ഞിരിക്കണം ലിക്വിഡ് ഹീലിയം. ലിക്വിഡ് ഹീലിയമാണ് ഹയർ ഓർഡർ ഫേസ് ട്രാൻസിഷൻ എന്നുള്ള ആ ഫിനോമിനൻ കാണിക്കുക. അപ്പോൾ ഫേസ് ട്രാൻസിഷൻ നമ്മൾ സിലബസിൽ പറയുന്നുണ്ട്, ലിക്വിഡ് ഹീലിയം പറയുന്നില്ല എങ്കിലും അതൊന്ന് പഠിച്ചു കൊള്ളണം. കാരണം ഫേസ് ട്രാൻസിഷൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്നതാണ് ലിക്വിഡ് ഹീലിയത്തിൻ്റെ കേസ്. സോ ലിക്വിഡ് ഹീലിയം ക്ലാസ് നമ്പർ M42. അപ്പോൾ ലിക്വിഡ് ഹീലിയം മനസ്സിലാക്കാനായിട്ട്, ലിക്വിഡ് ഹീലിയത്തിൻ്റെ പ്രോപ്പർട്ടി മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആ ലാംഡ ട്രാൻസിഷൻ ഗ്രാഫ് വരയ്ക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹയർ ഓർഡർ ഫേസ് ട്രാൻസിഷൻ പറഞ്ഞപ്പോൾ ലാംഡ ട്രാൻസിഷൻ പറഞ്ഞിരുന്നു. ഇവിടെ ടെമ്പറേച്ചർ എക്സ് ആക്സിൽ CP സ്പെസിഫിക് ഹീറ്റ് ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷർ Y ആക്സിൽ എടുത്തിരിക്കുകയാണ്. ഒരു വസ്തുവിൻ്റെ, അത് ലിക്വിഡ് ഹീലിയമാണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ രണ്ട് ഫേസുകൾ ഫേസ് 1 ഫേസ് 2 കാണിച്ചിരിക്കുകയാണ്. ആ CPയുടെ വേരിയേഷൻ, ആ വേരിയേഷൻ ഒരു ലാംഡ കർവ് പോലെ ഇരിക്കും. ആ ഫേസ് ട്രാൻസിഷൻ ലൈനിൻ്റെ അപ്പുറവും ഇപ്പുറമായിട്ട് നോക്കുകയാണെങ്കിൽ അത് ലാംഡയുടെ ഒരു പാർട്ട് ലാംഡ പോലിരിക്കും. അതുകൊണ്ടാണ് ഇത്തരം ട്രാൻസിഷനെ ലാംഡ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. സോ യു ലുക്ക് ഹിയർ, ഇത് liquid helium shows lambda transition. That is, if we plot temperature on the x-axis and CP on the y-axis, we obtain a graph as shown in the figure, which resembles the Greek letter lambda. So such a transition from phase 1 to phase 2 is called lambda transition. And here, the phase 2 represents liquid helium 1 and phase 1 represents liquid helium 2, and the transition temperature is 2.19 K. 2.19 K. You remember, helium liquefies at a normal pressure at a 4.2 K, and if you cool it after 2.19 K, it will become liquid helium 2, that is phase 1, and this liquid helium 2 has some peculiar properties. അപ്പോൾ ഫേസ് ട്രാൻസിഷൻ പോയിന്റ് എന്ന് പറയുന്നത് 2.19 K ആണ്. അതിന് താഴെ ലിക്വിഡ് ഹീലിയം 2 എന്ന് പറയും, മുകളിൽ ലിക്വിഡ് ഹീലിയം 1 എന്ന് പറയും. ലിക്വിഡ് ഹീലിയം 1 നോർമൽ ലിക്വിഡ് പോലെ പ്രവർത്തിക്കും. എന്നാൽ ലിക്വിഡ് ഹീലിയം 2 അബ്നോർമൽ പ്രോപ്പർട്ടിയാണ്, അസാധാരണ പ്രോപ്പർട്ടിയാണ്, പെക്യൂലിയർ പ്രോപ്പർട്ടിയാണ്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. ലിക്വിഡ് ഹീലിയം ഷോസ് ലാംഡ ട്രാൻസിഷൻ. ഞാൻ പറഞ്ഞല്ലോ, ആ കർവ് ലാംഡ പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ലാംഡ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ലാംഡ ട്രാൻസിഷൻ ഈസ് വൺ ഇൻ വിച്ച് സ്പെസിഫിക് ഹീറ്റ് rises, CP rises to infinity from either side of the transition point. The plot of CP eccentricity has the appearance of Greek letter lambda. അപ്പോൾ ഗ്രീക്ക് ലെറ്റർ ലാംഡയുടെ പോലെയുള്ള ഒരു അപ്പിയറൻസ് ആണ് ഈ CP വേരിയേഷൻ ഉള്ളത് ടെമ്പറേച്ചർ വെച്ച്. ലിക്വിഡ് ഹീലിയം ട്രാൻസിഷൻ ഫ്രം liquid helium 1 to liquid helium 2 is an example of lambda transition. ലാംഡ ട്രാൻസിഷൻ്റെ ഒരു എക്സാമ്പിളാണ് ലിക്വിഡ് ഹീലിയം 1 നിന്ന് ലിക്വിഡ് ഹീലിയം 2 ഈ ലിക്വിഡിൻ്റെ മാറ്റം. One more sentence. Helium was originally liquefied by H. Kamerlingh ONS in 1908. ആദ്യമായിട്ട് ഹീലിയം ലിക്വിഡ് ആക്കിയത് കാമർലിംഗ് ഓൺസ് ആണ്. വളരെ പ്രയാസമുള്ളൊരു ഏർപ്പാടാണ്. മറ്റെല്ലാ ഗ്യാസിനെയും നമുക്ക് ലിക്വിഡ് ആക്കാം, സോൾഡ് ആക്കാം. എന്നാൽ ഹീലിയത്തെ മാത്രമേ സോൾഡ് ആക്കാൻ പറ്റാതുള്ളൂ. ദ ഓൺലി ഗ്യാസ് വിച്ച് റെഫ്യൂസസ് ടു സോൾഡിഫൈ ഇസ് ഹീലിയം. യു റിമെമ്പർ, ലോകത്തുള്ള സകലമാന ഗ്യാസിനെയും നമുക്ക് ലിക്വിഡ് ആക്കാം, തണുപ്പിച്ച് അല്ലെങ്കിൽ പ്രഷർ കൂട്ടി ലിക്വിഡ് ആക്കാം. വീണ്ടും ലിക്വിഡിനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ സോൾഡ് ആകും. സോൾട്ട് എയർ, സോൾട്ട് ഓക്സിജൻ, സോൾട്ട് നൈട്രജൻ, അതൊക്കെ ഉണ്ട്. എന്നാൽ ദ ഓൺലി ഗ്യാസ് വിച്ച് റെഫ്യൂസസ് ടു ലിക്വിഫൈ ഈസ് ഹീലിയം. ഹീലിയം ഗ്യാസിനെ നമുക്ക് ലിക്വിഡ് ആക്കാം, എന്നാൽ അതിനെ സോൾഡ് ആക്കാൻ പറ്റത്തില്ല. ദ ഓൺലി ഗ്യാസ് വിച്ച് റെഫ്യൂസ് ടു സോൾഡിഫൈ ഈസ് ഹീലിയം. ഇറ്റ് ക്യാൻ ബി ലിക്വിഫൈഡ്, ആൻഡ് ദ ലിക്വിഫാക്ഷൻ വാസ് ഡൺ ബൈ H. Kamerlingh ONS in 1908. അപ്പോൾ H. Kamerlingh ONS ആണ് 1908 ഈ ഹീലിയം ഗ്യാസിനെ ലിക്വിഡ് ആക്കിയത്. വളരെ ശ്രമകരമായ ഒരു ജോലിയായിരുന്നു അത്. Liquid helium is a colorless, transparent, very volatile liquid, highly volatile liquid. അപ്പോൾ നിറമില്ലാത്ത, ലൈറ്റ് കടത്തിവിടുന്ന, പെട്ടെന്ന് ബാഷ്പീകരിച്ച് പോകുന്ന, ആവിയായി ബാഷ്പമായി പോകുന്ന ഒരു ലിക്വിഡാണ്
ലിക്വിഡ് ഹീലിയം. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ് ഹീലിയം, കുറച്ച് ജനറൽ പ്രോപ്പർട്ടി ഉണ്ട്, പിന്നെ കുറച്ച് സ്പെഷ്യൽ പ്രോപ്പർട്ടീസ്, പെക്യുലർ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓരോ പെക്യുലർ പ്രോപ്പർട്ടീസ് 4 പറയും, ജനറൽ പ്രോപ്പർട്ടീസ് 2 പറയും. എല്ലാം പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഗീവൻ ഈ എഡിറ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ് ഹീലിയം എന്ന് പറഞ്ഞാൽ ഏതും എഴുതാം. പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ് ഹീലിയം. ലാംഡ പോയിന്റ്. It is found that when liquid helium 1 is cooled from 4.2K, 2K, its volume decreases up to 2.19K. At 2.19K, its volume increases suddenly. The specific heat capacity of liquid helium increases as the temperature is decreased up to 2.19K. നമ്മളവിടെ സി പിയുടെ കർവ് നോക്കിയാൽ മതി. ലാംഡ ഇതാണ് കർവ്. ലാംഡ പോലെ ഇരിക്കും. ടെമ്പറേച്ചർ താഴ്ത്തിയാൽ സി പി ഉയരുന്നത് കാണാം. ആ ട്രാൻസിഷൻ പോയിന്റിൽ പെട്ടെന്ന് മേപ്പോട്ട് ഉയരുന്നത് കാണാം, ഇൻഫിനിറ്റി ആകുന്നത് കാണാം. പിന്നെ ടെമ്പറേച്ചർ താഴ്ത്തിയാൽ ആ സി പി ഡിക്രീസ് ചെയ്യുന്നത് കാണാം. At 2.19K, there is a sudden and abnormal increase in specific heat below 2.19K. ഈ 2.19K വളരെ ഇമ്പോർട്ടൻറ്റ് ടെമ്പറേച്ചറാണ് ലിക്വിഡ് ഹീലിയത്തെ സംബന്ധിച്ചിടത്തോളം. 2.19K, the specific heat capacity at 2.1 below 2.19K, the specific heat capacity decreases. The specific heat graph of liquid helium resembles lambda. ആ ലെറ്ററിൻ്റെ ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ലാംഡയുടെ ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത്, ലാംഡ. ആൻഡ് ഹെൻസ് the temperature 2.19K at which specific heat changes abruptly is called lambda point. അപ്പോൾ 2.19Kയിൽ ലിക്വിഡ് ഹീലിയത്തിൻ്റെ സ്പെസിഫിക് ഹീറ്റ് പെട്ടെന്നൊരു മാറ്റം കാണിക്കും. ആ ടെമ്പറേച്ചറിനെ 2.19K വിളിക്കുന്ന പേരാണ് ലാംഡ പോയിന്റ്. ആ കർവിനെ ലാംഡ ഷേപ്ഡ് കർവ് എന്ന് പറയാം, ലാംഡ ട്രാൻസിഷൻ. ഇനി നമ്മൾ പറയുന്നത് പെക്യുലർ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ് ഹീലിയം 2 ആണ്. ലിക്വിഡ് ഹീലിയം 2വിൻ്റെ പെക്യുലർ പ്രോപ്പർട്ടീസ്. ആ നമ്പർ 1 ഇസ് എക്സ്ട്രീം ഫ്ലൂയിഡിറ്റി. അതായത് ഇതിൻ്റെ ഒഴുകാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. ഒരു വിസ്കോസിറ്റിയും ഇല്ല, തടസ്സമില്ല, ഫ്രീ ഫ്ലോ ആണ്. എക്സ്ട്രീം ഫ്ലൂയിഡിറ്റി. Viscosity of liquid helium is practically zero. It has extreme fluidity, so it is called a superfluid. ലിക്വിഡ് ഹീലിയത്തെ നമ്മൾ സൂപ്പർ ഫ്ലൂയിഡ് എന്ന് പറയും ലിക്വിഡ് ഹീലിയം 2വിനെ. കാരണം അതിന് വിസ്കോസിറ്റി 0ആണ്. അതിൻ്റെ വിസ്കോസിറ്റി 0ആണ്. അടുത്തത് റോളിംഗ് ഫിലിം പ്രോപ്പർട്ടി, അല്ലെങ്കിൽ റോൾ ഇൻ സൈമൺ പ്രോപ്പർട്ടി എന്ന് പറയും. റോൾ ഇൻ സൈമൺ പ്രോപ്പർട്ടി അത് മനസ്സിലാക്കാനായിട്ട് താഴെ ഒരു പടമുണ്ട്. ആ പടം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ നോക്കുക. ആ ടെസ്റ്റ് ട്യൂബിലുള്ള പാത്രത്തിൻ്റെ പുറത്തും അകത്ത് ലിക്വിഡ് ഹീലിയം 2 ആണ്, പുറത്തും അകത്തും. അപ്പോൾ അകത്ത ടെസ്റ്റ് ട്യൂബിനകത്ത് ലിക്വിഡ് ഹീലിയം 2 പുറത്തെ ലെവലിൻ്റെ താഴെയാണെങ്കിൽ ആ ലിക്വിഡ് ഹീലിയം ആ ട്യൂബിൻ്റെ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിൽ കൂടി മേപ്പോട്ട് ക്രീപ്പ് ചെയ്യും. അതിങ്ങനെ ഈ മേപ്പോട്ടിങ്ങനെ കയറുന്നത് കാണാം. ഒരു ഫിലിം പോലെ മേപ്പോട്ട് കയറിയിട്ട് പുറത്തേക്ക് വീണിട്ട് ആ ലെവലൊന്നാകും. അതേപോലെ ആ ടെസ്റ്റ് ട്യൂബ് രണ്ടാമത്തെ പടത്തിൽ പൊക്കുകയാണെങ്കിൽ, നമ്മൾ ആ ഔട്ടർ ലെവലിൽ നിന്ന് മേപ്പോട്ട് ഈ ടെസ്റ്റ് ട്യൂബ് പൊക്കുകയാണെങ്കിൽ അകത്തുള്ള ലിക്വിഡ് ഹീലിയം ആ ട്യൂബിൻ്റെ ഭിത്തിലൂടെ മേപ്പോട്ട് കയറി ക്രീപ്പ് ചെയ്തിട്ട് പുറത്തേക്ക് വീഴും. ആ ജീവനുള്ള ഒരു വസ്തു ചലിക്കുന്നത് പോലെ ലിക്വിഡ് ഹീലിയം ആ ട്യൂബിൻ്റെ ഭിത്തിയിലൂടെ ഇങ്ങനെ ക്രീപ്പ് ചെയ്ത് പോകുന്നത് കാണാം. അതാണ് റോളിംഗ് ഫിലിം പ്രോപ്പർട്ടി. യു വിൽ ഹിയർ ലിക്വിഡ് ഹീലിയം 2 ക്യാൻ ക്രീപ്പ്, ഇങ്ങനെ പല്ലിയൊക്കെ പോകുന്ന പോലെ. The liquid helium 2 can creep along salt surface in the form of a highly mobile film. ചലിക്കുന്നൊരു ഫിലിം പോലെ ഈ ലിക്വിഡ് ഹീലിയം 2വിനെ ക്രീപ്പ് ഇങ്ങനെ നിരച്ച് കടന്നു പോകാൻ പറ്റും. ഹൈലി മൊബൈൽ ഫിലിം. ദിസ് ഫിലിം ഈസ് കോൾഡ് റോളിംഗ് ഫിലിം. റോളിംഗ് ഫിലിം ആ പടം നമ്മൾ കണ്ടു. അതിനകത്ത് പറയുന്ന കാര്യങ്ങളാണ്. ഇന്ന ട്യൂബ് കണ്ടെങ്കിൽ ലിക്വിഡ് ഹീലിയം 2 if a tube contains liquid helium 2
ഈസ് പ്ലേസ്ഡ് ഇൻ എ വെസൽ ഓഫ് ലിക്വിഡ് ഹീലിയം 2. അപ്പോൾ ലിക്വിഡ് ഹീലിയം 2 ഉള്ള ട്യൂബ് ലിക്വിഡ് ഹീലിയം വെസലിനകത്ത്, ലിക്വിഡ് ഹീലിയം 2ൻ്റെ വെസലിനകത്ത് തന്നെ വെക്കുന്നത്. If a tube containing liquid helium 2 is placed in a vessel of liquid helium 2, and if the liquid level inside the tube is lower than that of the vessel outside, the liquid helium 2 from outside creeps into the tube along the surface till the levels of liquid inside and outside becomes same. അപ്പോൾ നമ്മൾ ട്യൂബ് ഉയർത്തിയാൽ ആ ലിക്വിഡ് ഹീലിയം അകത്തുള്ളത് മേൽപോട്ട് ട്യൂബിൽ ഭിത്തിയിലൂടെ ക്രീപ്പ് ചെയ്തിട്ട് പുറത്തേക്ക് വീഴും. അകത്തും പുറത്തും ലെവൽ ഒന്നാകുന്ന തരത്തിൽ. ഇനി അടുത്തതാണ് ഫൗണ്ടൻ എഫക്റ്റ്. അടുത്തൊരു പ്രോപ്പർട്ടി. ഫൗണ്ടൻ എഫക്റ്റ് കാണണമെങ്കിൽ ഈ ഒരു പടം നോക്കിയാൽ മതി. ഈ പടത്തിൽ ഫൗണ്ടൻ എഫക്റ്റ് പറയുകയാണ്. ഇതൊരു ഫ്ലാസ്ക്കാണ്. ആ ഫ്ലാസ്കിനകത്ത് പിപ്പറ്റ് പോലെ ഒരു ട്യൂബുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു ഹോളുണ്ട്. പിന്നെ മുകളിൽ പിപ്പറ്റിൻ്റെ ആ ട്യൂബ് പോലെ ഒരു ക്യാപ്പിലറായിട്ട് മേപ്പോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അകത്ത് എമറി പൗഡർ ഇടും. എമറി പൗഡർ എന്ന് പറഞ്ഞാൽ മെറ്റൽ പൗഡറാണ്, ഒരുതരം മെറ്റൽ പൗഡറാണ്. ഈ പിന്നെ ഇരുമ്പ് ദണ്ടുകളൊക്കെ മിനുസമാക്കാൻ ഉപയോഗിക്കുന്ന പൗഡർ ആണല്ലോ എമറി പേപ്പർ എന്ന് പറയുന്നത്. പൗഡർ പുരട്ടിയ പേപ്പർ എമറി പേപ്പർ. അപ്പോൾ എമറി പൗഡർ മെറ്റൽ പേപ്പറാണ്. ഈ മെറ്റലിൻ്റെ തരികളാണ് ഈ ട്യൂബിനകത്ത് നിറച്ചിരിക്കുന്നത്. പുറത്ത് ലിക്വിഡ് ഹീലിയം 2 ആണ്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് പുറത്ത് ലിക്വിഡ് ഹീലിയം 2, മുകളിൽ ഫൗണ്ടൻ കാണിച്ചിരിക്കുകയാണ്. പിന്നെ ഫ്ലാഷ് ലൈറ്റ് വീഴുന്നതാണ് എമറി പൗഡർ. അപ്പോൾ ടെസ്റ്റ് ട്യൂബ് പോലുള്ള ഭാഗത്ത് നമ്മൾ എമറി പൗഡർ എടുത്തിരിക്കുകയാണ്. മേപ്പോട്ട് ഒരു പിപ്പറ്റ് പോലെ ട്യൂബ്, അതൊരു ചെറിയ നോസിൽ അവസാനിക്കും. നമ്മൾ ആ പിപ്പറ്റ് ട്യൂബിനകത്തുള്ള എമറി പൗഡറിനെ ഫ്ലാഷ് ലൈറ്റ് കൊണ്ട് ഇലൂമിനേറ്റ് ചെയ്താൽ ഉടനെ ഈ ലിക്വിഡ് ഹീലിയം 2 ഒരു ഫൗണ്ടനായിട്ട് മേപ്പോട്ട് ഉയർന്ന് പോകുന്നത് കാണാം. ഫൗണ്ടൻ പോലെ വീഴുന്നത് കാണാം. അപ്പോൾ ഇത് ആ ലൈറ്റ് വീണാൽ മതി. എമറി പൗഡറിൽ ഒരു ഫൗണ്ടനായിട്ട് ലിക്വിഡ് ഹീലിയം പുറത്തേക്ക് വരും. ഒരു 30 സെൻറ്റിമീറ്റർ വരെ ഇതിന് പൊങ്ങാൻ കഴിയും എന്നാണ് പറയുന്നത്. Fountain effect. Another important property, another peculiar phenomenon of liquid helium 2 is the fountain effect. A vessel is provided with a narrow capillary tube on its top and hole in the bottom. താഴെ ഒരു ഹോൾ വേണം. It is filled with fine emery powder. It is immersed in liquid helium 2 with the capillary portion projecting out of the liquid helium bath. The grains of emery powder is warmed by light from a flash lamp. Then liquid helium comes out of the capillary tube in the form of a fountain up to a height of about 30 സെൻറ്റിമീറ്റർ. അപ്പോൾ എമറി പൗഡർ നമ്മൾ ചൂടാക്കിയാൽ ഫ്ലാഷ് ലൈറ്റ് കൊണ്ട് ഉപയോഗിച്ച് ഇലുമിനേറ്റ് ചെയ്താൽ ഒരു ഫൗണ്ടനായിട്ട് ലിക്വിഡ് ഹീലിയം 2 പുറത്തേക്ക് വരുന്നത് കാണാം. ഒരു 30 സെൻറ്റിമീറ്റർ പൊക്കത്തിൽ ഈ ഫൗണ്ടൻ കിട്ടാറുണ്ട്. ഈ നാലാമത്തെ ഒരു പെക്യുലർ പ്രോപ്പർട്ടിയാണ് സെക്കൻഡ് സൗണ്ട്. ഈ സെക്കൻഡ് സൗണ്ട് എന്ന് കേൾക്കുമ്പോൾ സൗണ്ടുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് വിചാരിക്കരുത്. സൗണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പ്രോപ്പർട്ടിയാണ്. എന്താണെന്ന് നോക്കുക. സെക്കൻഡ് സൗണ്ട് ഈസ് നോട്ട് എ സൗണ്ട് ഇൻ ദ ട്രൂ സെൻസ്. നമ്മുടെ ശരിയായ സെൻസിലുള്ള സൗണ്ട് അല്ല സെക്കൻഡ് സൗണ്ട് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ വേവ് മോഷൻ, ഒരു തരംഗ ചലനമാണ്. ഇറ്റ് ഈസ് വേവ് മോഷൻ ഓഫ് ഹീറ്റ് ഈ ലിക്വിഡ് ഹീലിയം. Second sound refers to flow of normal fluid and superfluid in opposite directions so as to nullify the effect of a local temperature fluctuation. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ ലിക്വിഡ് ഹീലിയം എടുത്തിരിക്കുക. ലിക്വിഡ് ഹീലിയം 2 അല്ല 1 and 2 ഉള്ള ലിക്വിഡ് ഹീലിയം എടുത്തിരിക്കുക.
ഒരു പാത്രത്തിൽ വെസലിനകത്ത് ലിക്വിഡ് ഹീലിയം എടുത്തിരിക്കുകയാണ്. 1, 2 എന്ന് സെപ്പറേറ്റ് പറയുന്നില്ല, രണ്ടും കൂടി ചേർന്നാണ്. അതിൽ ആ വെസലിനകത്ത് എവിടെയെങ്കിലും ഒരു തെർമൽ ഫ്ലക്ച്വേഷൻ, ഒരു ടെമ്പറേച്ചറിന് മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ ലിക്വിഡ് ഹീലിയം 1 ഒരു ദിശയിലേക്കും ലിക്വിഡ് ഹീലിയം 2 മറ്റൊരു ഓപ്പോസിറ്റ് ദിശയിലേക്ക് സഞ്ചരിക്കും. വെസലിലെ ലിക്വിഡ് ഹീലിയത്തിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ കൊടുത്താൽ ലിക്വിഡ് ഹീലിയം 1 ഒരു സൈഡിലേക്കും ലിക്വിഡ് ഹീലിയം 2 ഓപ്പോസിറ്റ് ആയിട്ടും ചലിക്കും. അങ്ങനെ പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് സൗണ്ട്. അത് ഹീലിയം മാത്രം കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. മറ്റെല്ലാ ലിക്വിഡിനകത്തും കൺവെക്ഷൻ കറണ്ട് ആയിരിക്കും. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ പറയുകയാണ്, ഇതുമായിട്ട് ബന്ധമില്ലാത്തതാണ്. നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയും. സ്റ്റീഫാൻസ് ലോ പഠിച്ചിട്ടുള്ളതാണ്. സ്റ്റീഫാൻസ് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ പോലെ വരാവുന്നതാണ് ന്യൂട്ടൺസ് ഓഫ് കൂളിംഗ്. പക്ഷേ സിലബസിൽ പറയാതിരുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ സ്റ്റീഫാൻസ് ലോ പറഞ്ഞപ്പോൾ ഇത് ഡിസ്കസ് ചെയ്തില്ല. ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. ചിലപ്പോൾ കയറി ചോദിച്ചെന്ന് പറയും. മുൻ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കി ഒരു എക്സാമിനർ ക്വസ്റ്റ്യൻ ഇട്ടാൽ ഇത് വരാവുന്നതാണ്. അതുകൊണ്ടൊന്ന് പഠിച്ചോളുക. വളരെ സിമ്പിളായ ന്യൂട്ടൺസ് ഓഫ് കൂളിംഗ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റീഫാൻസ് ലോയുടെ ഒരു ആപ്ലിക്കേഷനായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. ന്യൂട്ടൺസ് ഓഫ് കൂളിംഗ്. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ റേറ്റ് ഓഫ് കൂളിംഗ് ഓഫ് എ ഹോട്ട് ബോഡി is proportional to the mean difference of temperature between the body and the surroundings. This law states that the rate of cooling of a hot body is proportional to the mean difference of temperature between body and the surroundings. അതായത് ഒരു ഹോട്ട് ബോഡി നമ്മൾ വെച്ചിരിക്കുകയാണ്. ആ ഹോട്ട് ബോഡി തണുക്കുന്നതിൻ്റെ റേറ്റ്, അത് ഹീറ്റ് പുറത്തേക്ക് വിടുന്നതിൻ്റെ നിരക്ക്, റേറ്റ് ഓഫ് കൂളിംഗ്, ആ വസ്തുവിൻ്റെ ടെമ്പറേച്ചറും സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസിനെ ആശ്രയിക്കും. ഡിഫറൻസ് കൂടുതലാണെങ്കിൽ പെട്ടെന്ന് തണുക്കുന്ന അർത്ഥം. Stephan's law is applicable for all temperatures of a hot body, but Newton's law is applicable when the difference of temperature between the body and the surrounding is small. Stephan's law എല്ലാ ബോഡിക്കും ആപ്ലിക്കബിൾ ആണ്. എത്ര വലിയ ടെമ്പറേച്ചറാണ് കുഴപ്പമില്ല. പക്ഷേ ന്യൂട്ടൺസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ബോഡിയും സറൗണ്ടിങ്ങുമായിട്ട് ചെറിയ ടെമ്പറേച്ചർ വ്യത്യാസമേ ഉണ്ടാകാൻ പാടുള്ളൂ. This law states that the rate of cooling of a hot body is proportional to the mean difference of temperature between the body and the surroundings. അതിൻ്റെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്, അതും പഠിക്കാൻ നോക്കുക. വളരെ സിമ്പിളാണ്. A liquid cools from 50 degrees to 40 degrees centigrade in 5 minutes. If the temperature of surrounding is 22 degrees Celsius, what will be the temperature after further 5 minutes? അതായത് ഒരു വസ്തു, ഒരു ഹോട്ട് ബോഡി, അത് 50 ഡിഗ്രി സിയിൽ നിന്ന് 40ലേക്ക് തണുക്കാൻ 5 മിനിറ്റ് കൊണ്ട്. സറൗണ്ടിങ് ടെമ്പറേച്ചർ 22 ഡിഗ്രി സെൽഷ്യസ് ആണ്. വീണ്ടും ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ടെമ്പറേച്ചർ എത്രയാണെന്ന ചോദ്യം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കരുതുന്നത് എന്താണ്? 50 40ലേക്ക് വരാൻ 5 മിനിറ്റ്, അപ്പോൾ വീണ്ടും 5 മിനിറ്റ് കഴിയുമ്പോൾ 30ലേക്ക് വരുമെന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ ചിന്തിക്കാം. പക്ഷെ അതല്ല ഉത്തരം. ആ ഉത്തരം വ്യത്യസ്തമാണ്. 30ൽ കൂടുതലായിരിക്കും. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ പ്രോബ്ലം. അപ്പോൾ നോക്കിയേ, a body cools from 50 degrees C to 40 degrees C in 5 minutes. The temperature of the surrounding is 22 degrees Celsius. What will be the temperature after another 5 minutes? So the answer is, by Newton's law of cooling, rate of cooling proportional to mean difference temperature. Rate of cooling proportional to mean difference of temperature. So we can write rate of cooling is K into mean difference of temperature. Let M be the mass of the body and C specific heat capacity. Let theta be the temperature after further 5 minutes. അപ്പോൾ ഇങ്ങനെ എഴുതും. ഇവിടെ എം സി വേണമെന്നില്ല, ഡി തീറ്റ ബൈ ഡി ടി ടൈം മതിയാകും. പക്ഷെ നമ്മൾ എം സി, നമ്മളിപ്പോൾ ടോട്ടൽ ഹീറ്റ് കണക്ക് കൂട്ടി എഴുതുകയാണ്. റേറ്റ് ഓഫ് കൂളിംഗ് മൊത്തം എം സി തീറ്റ. അപ്പോൾ എം സി ഇൻറ്റു ഡി തീറ്റ, എം സി ഇൻറ്റു 50 - 40 ആണ് വസ്തുവിൻ്റെ ആദ്യത്തെ ടോട്ടൽ ഹീറ്റ്. അതിൽ ടൈം കൊണ്ട് ഹരിച്ചു. അതാണ് റേറ്റ് ഓഫ് കൂളിംഗ്. ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു മീൻ ഡിഫറൻസ്. മീൻ ഡിഫറൻസ് ഈ 50ൽ നിന്ന് 40ലേക്ക് തണുക്കുന്ന വസ്തുവിൻ്റെ മീൻ ടെമ്പറേച്ചർ 45 ആണ്. പിന്നെ ബോഡി കൂൾസ് ഫ്രം 50 to 40. The mean temperature is 45 and the surrounding temperature is 22. So mean difference is 23. So we can write MC into 50 - 40 by 5 proportional to K into is equal to K into 23. Similarly, after another 5 minutes, let theta be the temperature. After 5 minutes, let theta be the temperature. So in the second case, we can write the equation MC into 40 minus theta by 5 is equal to K into 40 plus theta. That is the mean temperature by 2
minus 22 in order to get the difference. That is k into theta minus 4 by 2. K into theta minus 4 by 2. Now we take LCM and subtract. Divide 1 by 2. 10 by 40 minus theta is 40 by theta minus 4. Cross multiply. Simplify. We get theta is 33.57. Theta is 33.57 degrees C. That you calculate. അപ്പോൾ ഓർക്കുക നമ്മൾ 30 ആണ് പ്രതീക്ഷിക്കുന്നത്, പക്ഷെ അതല്ല, 33.57 ഡിഗ്രി സി ആയിട്ട് കിട്ടും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സെക്ഷനിൽ നിന്ന്, ഈ ക്ലാസ്സിൽ നിന്ന്, ഇത് ലാസ്റ്റ് ക്ലാസ്സാണ്, ഇതിലൂടെ പേപ്പർ തീരുകയാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്, എല്ലാം ഷോർട്ട് ആൻസറാണ്. റൈറ്റ് എ നോട്ട് ഓൺ ലിക്വിഡ് ഹീലിയം. ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് ഈസ് ലാംഡ പോയിന്റ് ഓഫ് ലിക്വിഡ് ഹീലിയം? ഗ്രാഫ് കമ്പൽസറി ആണ്. Number 3, explain rolling film property of liquid helium. Number 4, illustrate the fountain effect in liquid helium. Liquid helium 2, what is second sound in liquid helium? Give 3 peculiar properties of liquid helium. നമ്മൾ 4 പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ട്. You can write any 3. Number 7, state neutrons of cooling. That is the additional question. With this, the complete paper is over. You can answer all the questions from heat and thermodynamics by studying all these 42 classes. With this, the paper is over. Thank you very much.